ബാക്കി പാടരുത്, എന്റെ സസ്പെൻസ് പൊട്ടും. അതുപോലെ തന്നെ അപ്പോൾ 2-3 സൂപ്പർ പാട്ട് വരാനുണ്ട്. എന്താ വെച്ചാൽ ഫുള്ള് പാടി കഴിഞ്ഞാൽ അതിൻ്റെ സസ്പെൻസ് പൊട്ടും. രണ്ടിൻ്റെയും വരികൾ അടിപൊളിയാണ്. അതിപ്പോൾ ഒരു പാട്ട് ഇറങ്ങുമ്പോൾ ഏകദേശം വരികളിൻ്റെ അടിപൊളിയും അയ്യോ. അപ്പം ഒരു പാട്ട് ഇതുപോലെ തന്നെ ഞാൻ ബേസ്ഡ് ഓൺ എ ട്രൂ ലൈഫ് സ്റ്റോറിൻ്റെ ഒരു പാട്ട് വരാനുണ്ട്. ലൈക്ക് ബേസ്ഡ് ഓൺ എ ട്രൂ ലൈഫ് സ്റ്റോറി കഥകൾ വെച്ചിട്ട് ഒരു സൂപ്പർ സോങ് വരാനുണ്ട്. അപ്പം When this was planning? I was taking rest for the 15 days. You thought I am sitting home like you? Then why are you guys asking 15 days leave? I went to do my work. Umbro. എന്താ ബ്രോ ഇങ്ങനെ ബ്രോ. അപ്പം I was not taking rest like you. Yes. You were taking rest and growing your beard and growing. You eat all my eggs today. Why you eat? You because started last yesterday. night you went to Pravasi hotel and you mandi and pollichade with mayonnaise. No. And today I was taking very rest and I was doing all the diet. Afi correct ജിമ്മിലുണ്ട്. Afi only for the last days. What is this girls making noise outside of the house? Allah inde kutti ingottu veri ചോദിക്കട്ടെ പായല്ലേ ഓടല്ലേ ഇവിടെ. അല്ലാ വലിയ കുട്ടികളായല്ലോ. ജിം എത്ര ക്ലാസ്സിലാ? അല്ലാ മാഷാല്ലാ. പറയട്ടെ കാണിച്ചു കൊടുക്കട്ടെ. അപ്പം ഞാനിതാ എത്ര ക്ലാസ്സിലാണ് ഞാൻ പഠിപ്പിച്ച തന്നെ? 3ാം ക്ലാസ്സിൽ. എൻ്റെ ക്ലാസ്സിലെ ടോപ്പ് സ്റ്റുഡൻ്റ് ആരാ ഇനി? അതറിയില്ല. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വന്നാ ഇതിൻ്റെ പേര് തന്നെയാണ്. ചിക്കൻ ഇങ്ങോട്ട് വാ. അപ്പം ഞാൻ കൂറ്റമ്പാറ സ്കൂളിൽ പഠിപ്പിച്ച ടൈമിൽ എൻ്റെ ടോപ്പ് സ്റ്റുഡൻ്റാണ് ഈ വന്ന് നിൽക്കുന്നത്. ഞാൻ പറയണതെല്ലാം കേട്ട് ഇന്നെ ഏറ്റവും ഇഷ്ടമുള്ള സ്റ്റുഡൻ്റ് അല്ലേ? അതല്ലേ എൻ്റെ ആ ടൈമിൽ എൻ്റെ ഫേവറേറ്റ് ടീച്ചർ ആരാ ഇനി? ഞാനല്ലേ? ഞാൻ നല്ലോണം പഠിപ്പിച്ചിട്ടില്ലേ? ഈ കാരണം ഞാൻ അല്ല കാര്യത്തിൽ പറയാ. ഞാൻ ടീച്ചറായ ടൈം ഇപ്പോഴത്തെ ആൾക്കാർക്കൊന്നും പറഞ്ഞാൽ ചിലപ്പോൾ വിശ്വാസം ഉണ്ടാവില്ല. ഇപ്പം അത് കാണുന്ന ഓഡിയൻസ് ഉണ്ട്. വെറുതെ 2020 2019 ഇവലൊക്കെ വിചാരം ഞാൻ വെറും യൂട്യൂബർ ആണെന്നാണ്. എന്റെ കുട്ടികള് തെളിവോടെ വന്നില്ല എൻ്റെ കുട്ടികളുടെ മുന്നേക്ക്. അപ്പം ഞാൻ വെറും യൂട്യൂബർ അല്ല, പിന്നെ അതുപോലെ തന്നെ ഞാൻ വെറും പാട്ടുകാരനല്ല. ഞാൻ ഗവൺമെന്റ് സ്കൂളിൽ ജോലി ചെയ്തൊരു അധ്യാപകനാണ്. ആ പണി ഒഴിവാക്കിയിട്ടാണ് ഇങ്ങനെ മയക്കം മുടിച്ച് ഇറങ്ങിക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ കുട്ടിയെ പറയും ഏറ്റവും സൂപ്പർ സാറായിരുന്നു. കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഗിഫ്റ്റ് കൊടുത്ത സാറായിരുന്നു. കുട്ടികളെ ഏറ്റവും കൂടുതൽ പഠനത്തിലേറെ എന്റർടൈൻമെന്റിലേക്ക് നയിച്ച് പ്രൊജക്ടറുകൾ സ്കൂളിൽ കൊണ്ടുവന്ന സാറായിരുന്നു. ലാപ്ടോപ്പുകൾ സ്കൂളിൽ ടീച്ചർമാരും ലാപ്ടോപ്പുകൾ കൊണ്ടുവരാതെ നിൽക്കുന്ന ടൈമിൽ ലാപ്ടോപ്പുകൾ കൊണ്ടുവന്ന് കുട്ടികളുടെ പഠനം രസകരമാക്കി മാറ്റിയ ആളായിരുന്നു. അതുപോലെ തന്നെ കുട്ടികൾക്ക് ആവശ്യമായ ചാർട്ടുകൾ സാധനങ്ങളൊക്കെ സ്വന്തം പോക്കറ്റിൽ നിന്ന്, ശമ്പളം പോലും ഗവൺമെന്റിന് കിട്ടാത്ത സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ ഇറങ്ങി വാങ്ങി കുട്ടികൾക്ക് ചറപറ വിതരണം ചെയ്ത് ക്ലാസ്സിൽ വിതരണം ചെയ്ത് കുട്ടികളെ വിദ്യാഭ്യാസത്തിന്റെ മുൾമുനയിൽ നിർത്തിച്ച സാറായിരുന്നു. കോഴിക്കോട് പോയി കുറെ സാധനം കൊണ്ടുവന്നില്ലേ? ഞാൻ കുട്ടികൾക്ക് ആവശ്യമുള്ള കുറെ സാധനം കൊടുത്തിട്ടില്ലേനോ? അത് സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തിട്ട് അന്ന് എനിക്ക് ശമ്പളം കൂടി ഇല്ല. വാസിൽ ഇപ്പോഴും ഇല്ല. അഭിമാനത്തോടെ 5 കൊല്ലം സ്കൂളിൽ വർക്ക് ചെയ്തു. ഇപ്പോഴും ശമ്പളം കിട്ടിയില്ല. ലിവിങ് എക്സാമ്പിൾ ആണ്. സാറെ ഒന്ന് വിളിക്കല്ലേ, ഈ യൂട്യൂബറെ വിളിക്കി. ഉപയോഗിക്കാൻ കുട്ടിയല്ലേ? ഓൾ കുറ്റമാർ സ്കൂളിൽ പഠിച്ചിട്ടില്ലല്ലോ. ഇന്റെ സ്റ്റുഡൻസിനെ കണ്ടാൽ എനിക്ക് നേല് കണ്ടാൽ മനസ്സിലാവും. ഞാൻ അങ്ങനത്തെ ഒരു ടീച്ചറായി. എന്റെ താവച്ച എന്താ, എന്റെ വാപ്പ ടീച്ചറാ, എന്റെ ഉമ്മ ടീച്ചറാ. പോളിയോ ഇജു പഠിച്ചിക്കണോ? ഏത് ക്ലാസ്സില്? ഇമ്മച്ചിന്റെ ക്ലാസ്സിലേനി. ഇന്റെ ക്ലാസ് ഞാൻ പഠിപ്പിച്ചിട്ടില്ലല്ലോ. അല്ല ഇപ്പൊ കാര്യത്തില് ഇജു എന്നാ അവളോട് വരാൻ പറയേ. എന്താ ഇവിടുത്തെ സ്കൂളിൽ പോണെന്നോള് ഇവിടെയാ? ഹായ്, നമ്മള് തിരുവനന്തപുരത്ത് ഇനി കഴിഞ്ഞ ആഴ്ച
പുനലൂർ കൊല്ലത്തടുത്ത്. അപ്പാ എന്താ വർത്താനം? വരും ഇത് കഴിഞ്ഞിപ്പോ വരും. അല്ല മാത്സ് പഠിപ്പിച്ചിക്കണോ എന്നെ? എനിക്ക് തന്നെ അറിയില്ലല്ലോ മാത്സ്. എന്നിട്ട് എങ്ങനെയാണ് കുട്ടികളെ പഠിപ്പിച്ചത് എനിക്ക് ഇപ്പോഴും ഓർമ്മല്ല. ഞാൻ ആകെ ടെൻഷനാവും ഈ മാത്സിലുണ്ട് ഈ കടം കൊടുക്കണ പരിപാടി. എനിക്ക് തീരെ ഇഷ്ടമില്ല. കാരണം കടം കൊടുത്ത ട്രാപ്പാവും. ചെറുപ്പം മുതലേ കുട്ടികളെ കടം വാങ്ങാനും കൊടുക്കാനും പഠിപ്പിച്ച കാര്യത്തിന് പഠിപ്പിച്ചിക്കണോ മാത്സോ? നിന്റെ ഓറ മൈനസ് ആക്കല്ലോ ബ്ലോഗില്. പ്രിൻസിപ്പാൾ സാറ് അദ്ദേഹത്തിന്റെ ഒരു ഓറ. മാത്സോ ഞാൻ അടിപൊളി. ഇനി എനിക്ക് ഞാൻ പഠിപ്പിച്ച കാലത്ത് ഓരോ ഓർമ്മയില്ലാത്ത സംഭവമാണ് ഞാൻ മാത്സ് പഠിപ്പിച്ചത്. എന്നാണോ ഞാനും രാമാനുജൻ സാറൊക്കെ ഒരേ വേവ് ലെങ്താ മാത്സ് പഠിപ്പിക്കുമ്പോ. എന്നാ ഓക്കെ, വേറെ ആരോടും പറയരുതേ. പറഞ്ഞു അറിയുന്ന ആൾക്കാർ അറിയുള്ളൂ. ഇനി കൂടുതൽ ആൾക്കാരെ അറിയിക്കണ്ട ഞാൻ മാത്സ് പഠിപ്പിച്ച്. ആടാ ഞാൻ മാത്സ് എനിക്ക് നേരെ മനസ്സിലാവുന്നേ എന്തെങ്കിലും അന്നെ പഠിപ്പിച്ചിട്ടില്ലല്ലോ. നിങ്ങളല്ലേ എന്നെ മാത്സ് പഠിപ്പിച്ചാറ്. എന്നാൽ ആ കുട്ടീനെ എങ്ങനെ വിട്ടുപോയി? ചിലപ്പോ ഒരുപാട് കുട്ടികളുള്ള ക്ലാസ് ആയിരിക്കും. എൻ്റെ ബ്രൂസ് മണിയാണ് എൻ്റെ സങ്കടത്തിലുള്ള, ഇവിടെ ഏറ്റവും സങ്കടത്തിൽ നിൽക്കുന്ന ആളാട്ടോ. എൻ്റെ ബ്രൂസ് മണിക്ക് ഇവിടെ രാവിലെ മുതൽ രാത്രി വരെ ഫുഡും കാര്യം. ബ്രൂസ് മണി കുറച്ച് ഏജ്ഡ് ആയിക്കണം. അപ്പോൾ ഏജ്ഡ് ആയതിൻ്റെ ഒരു ഇതുണ്ടാവും. ഏജ്ഡ് ആകുമ്പോൾ ഡോഗ്സിന് ലൈക്ക് ഓരോ രോമതാവും, അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ ബ്രൂസ് മണിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. ബ്രൂസ് മണി നല്ല ഏജ് ആയിട്ടോ. നമ്മളെ ഒരു സമയത്ത് നമ്മളെ നല്ല കാലത്ത് 2018 മുതൽ നമ്മളെ വീട്ടിൽ വന്ന ആളാണ്. ഏകദേശം 8 വയസ്സായിപ്പോൾ ബ്രൂസ് മണിക്ക് രാവിലെ പോരും. ഞാൻ ഇവിടേക്ക് കുറേ ദിവസം ഞാൻ എൻ്റെ പേരേക്ക് തന്നെ 15 ദിവസത്തിന് ശേഷം വരികയാണ്. ആൾക്കാരറിയാം വ്ളോഗില്ലല്ലോ. ഞാൻ എൻ്റെ പേരേക്ക് തന്നെ കയറിയിട്ടില്ലല്ലോ. ഉണ്ടെങ്കിലും എനിക്കിത് എടുക്കാൻ പറ്റുക. പിന്നെ സുഹൃത്തുക്കളെ ഞാൻ പറയട്ടെ, വ്ളോഗ് എനിക്ക് ഏറ്റവും ഞാൻ പറയട്ടെ എൻ്റെ പാഷനാണ് വ്ളോഗ്. എൻ്റെ പ്രൊഫഷനാണ് സിംഗിങ്. അപ്പോൾ എനിക്കിത് രണ്ടും ഒപ്പം കൊണ്ടുപോകണം. നേരെ കുറച്ച് സിംഗിങ് പാഷൻ അല്ല എന്നല്ല, രണ്ടും ഞാൻ പാഷനായിട്ടായിട്ട് ചെയ്യുന്ന പണിയാണ്. പക്ഷേ സിംഗിങ്ങിന് എന്ന് പറഞ്ഞാൽ അത് പ്രൊഫഷണലാണ്. അത് സ്പോട്ടിഫൈയിൽ. വ്ളോഗ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു ക്യാമറ ഓൺ ആക്കിയില്ല, അതിൻ്റെ മൂട്ടിലൊരു 25,000 റുപ്യേൻ്റെ പോലത്തെ ഒരു മൈക്കണ്ട് കുത്തിയിട്ട് കള എന്ന് പറഞ്ഞാൽ വ്ളോഗായി. പാട്ട് വരികൾ നോക്കണം, അതിൻ്റെ കമ്പോസിഷൻ നോക്കണം, അതിൻ്റെ പ്രിപ്പറേഷൻ നോക്കണം, അതിൻ്റെ പാട്ട് എങ്ങനെയാണോ പോണത്, പാട്ടിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ, അതിൻ്റെ അനൗൺസ്മെന്റ് കാര്യങ്ങൾ, പോസ്റ്റർ പരിപാടികൾ. അപ്പൊ കഴിഞ്ഞ വർഷത്തെ മറിയല്ല ഡിഫറെന്റ് പാട്ടുകളൊക്കെ നമ്മളെ ടൈം ലൈനിൽ നമ്മളെ ഷോസിലൊക്കെ കഴിഞ്ഞ കൊല്ലം കേട്ട പാട്ടുകളല്ല പുതിയ കൊല്ലം കേൾക്കുക. പുതിയ ഒരുപാട് നല്ല ഒരുപിടി ഗാനങ്ങളുമായി ഞാൻ വീണ്ടും നിങ്ങൾക്ക് അരികിലേക്ക് വരികയാണ്. അപ്പം എനിക്ക് താങ്ക്സ് പറയാനുള്ള പെരിന്തൽമണ്ണക്കാരോട്. പെരുമഴത്ത് ഇത്രക്ക് ചളിയിൽ മറ്റേ ടീമൊക്കെ ഉണ്ട്. ഓരോ ടീമിന്റെ പേര് അന്തേരിക്കാർ പറഞ്ഞൊരു ടീമുണ്ട്, ഒരു കോളേജ് കുട്ടികള്. അപ്പൊ ഓല പേജിൽ ഫുൾ ചാടി. അന്തേരിക്കാരോട് ഒരു താങ്ക് യു സോ മച്ച്. അന്തേരി നിവാസികളെ എല്ലാവരോടും നമ്മള് താങ്ക്സ് പറയാണ്. അപ്പം സൂപ്പർ പരിപാടി ഉണ്ട്. അപ്പൊ ചെക്കന്മാരോട് ഒരു താങ്ക്സ്. അതുപോലെ തന്നെ അന്ന് പരിപാടിക്ക് വന്ന ഉപ്പമാര് ഉമ്മമാര് കുട്ടികള് എല്ലാത്തിനും ആദ്യത്തെ വ്ളോഗ് എന്നിട്ട് മതി പെരപ്പണിന്നൊക്കെ. രാവിലെ മുതലേ സബ്സ്ക്രൈബേഴ്സിനാണ്ട് ശരിയാക്കി. അതിന്റെ സൗണ്ട് അല്ലല്ലോ ആ ചിരി വന്നേ. പതറി. അപ്പൊ എനിക്ക് പറയാനുള്ള എന്താ വെച്ചാൽ പെരുന്തൽമണ്ണ പരിപാടിക്ക് നമുക്ക് ഒരുപാട് നല്ല ക്രൗഡ് വന്നിരുന്നു, നല്ല സ്നേഹമുള്ള ഒരുപാട് ആൾക്കാർ. താങ്ക് യു സോ മച്ച്. ഞാൻ മുമ്പത്തിന്റെ പെരുന്തൽമണ്ണ പരിപാടി നല്ല രീതിയിൽ അവസാനിച്ചിട്ടില്ല. ഇനി അന്ന് ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് ആ പരിപാടി അവസാനിപ്പിച്ചത്. അത് ആരും കുറ്റമായിട്ട് പറയല്ല, പക്ഷെ എന്നാലും അപ്പം ഏതൊരു ആർട്ടിസ്റ്റിനുള്ളിൽ ഉണ്ടാവുന്ന ഒരു പ്രശ്നം ഉണ്ടാവും. എന്തുകൊണ്ട് എൻ്റെ പരിപാടി നല്ല രീതിയിലായില്ല, എനിക്ക് എന്തെങ്കിലും അവിടെ തിരിച്ചു പോയിട്ട് നല്ല രീതിയിൽ ചെയ്യണം. അപ്പോൾ ആ ഒരു ആഗ്രഹം വളരെ നല്ല രീതിയിൽ എനിക്ക് നിറവേറ്റാൻ പറ്റി. അതേപോലെ തന്നെ അനീഷ്കാനെ ഞാൻ ഒരുപാടായിട്ട് ഇൻസ്റ്റയിൽ എല്ലാവരും അനീഷ്കാൻ്റെ പാട്ട്, നമ്മളെ ബ്ലൈൻഡ് ആയിട്ടുള്ള അനീഷ്കാൻ്റെ പാട്ട് എല്ലാവരും കേട്ടിട്ടുണ്ടോ. അപ്പോൾ ആ കേട്ട ടൈമിൽ മെസ്സേജ് പറഞ്ഞു ഇക്ക നമുക്ക് അടുത്ത ഷോക്ക് എന്തായാലും നമുക്ക് ഒപ്പം പോകണം കാര്യങ്ങളൊക്കെ പറഞ്ഞ് അനീഷ്കാനെ സെറ്റാക്കി. അങ്ങനെയാണ് നല്ലൊരു വേദി ഒരുപാട് സമയത്തിന് ശേഷം. കാരണം മഴക്കാലം ആയതുകൊണ്ട് ഷോസ് ആരും റിസ്ക് എടുത്തിട്ട് അന്ന് നടത്തിയ പോലെ നടക്കും. ഡോം കെട്ടി അന്ന് നല്ല പൈസ ചിലവുണ്ടോന്നു, നല്ല ഫ്രണ്ടിക്ക് ഇറക്കി കെട്ടി ഫ്രണ്ടിലൊന്നും മഴ കൊള്ളിക്കാതെയാണ് നല്ല ഷോ ചെയ്തത്. അപ്പോൾ അങ്ങനെ ഇപ്പോഴത്തെ ഒരു സീസണിൽ കറൻ്റ് ആരും അങ്ങനെ അത്ര വലിയ പൈസ മുടക്കുള്ള റിസ്കുകൾക്ക് നിൽക്കില്ല. പക്ഷേ വെഡ്സിൻ്റെ അവർ നല്ല രീതിയിൽ ആ പരിപാടി നമുക്ക് വേണ്ട രീതിയിൽ സ്റ്റേജ് അറേഞ്ച്മെൻറ്റ്സ് നമ്മൾ പറഞ്ഞ പോലെ ഒരു വെഡ്സിൻ്റെക്കാരെല്ലാം അറേഞ്ച് ചെയ്തു. സ്റ്റേജ് കാര്യങ്ങൾ ഡോം ഔട്ട് എല്ലാ സെറ്റപ്പ് പോലും ചെയ്തു. സോ താങ്ക് യു സോ മച്ച്. ആൾക്കാർ അത് നമ്മൾ പറയുന്ന റിക്വയർമെന്റ്സ് തന്നാൽ തന്നെ പരിപാടി 80% ഓക്കെ ആയി. റിക്വയർമെന്റ്സ് ഇല്ലേ പരിപാടി 80% മൈനസായി.
അപ്പം പണ്ടൊക്കെ നമുക്ക് ഓർമ്മയില്ല, അതായത് റിക്വയർമെന്റ്സ് നമ്മൾ കൊടുക്കും, ചെല്ലും ഈ സാധനം ഒരു ഇത് ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് പുതിയ സിംഗേഴ്സ് ഒക്കെ ഇതിൽ കൂടെ തന്നെ വരാൻ പറ്റുള്ളൂ. കാരണം ഒരു പൊസിഷനിൽ എത്തിയിട്ട് നമുക്ക് ഡിമാൻഡിങ് ഓപ്ഷൻ ഉള്ളൂ. അതുവരെ നമ്മൾ റിക്വസ്റ്റിംഗ് ആണ്, ഇതൊന്ന് സെറ്റ് ചെയ്ത് തരുമോ, ഈ മൈക്കൊന്ന് തരുമോ, ആ മൈക്കൊന്ന് തരുമോ. ഒരു ടൈമത്തെ നമുക്ക് പറയാം, എനിക്ക് ഈ മൈക്ക് കിട്ടിയാലേ നമ്മൾ പാടുള്ളൂ, എനിക്ക് ആ മൈക്ക് എന്നല്ല. അത് ഓരോരുത്തരുടെ പ്രിഫറൻസ് ആണ്. ഇപ്പൊ മെസ്സിന്റെ ഇഷ്ടമുള്ള ഒരു ബൂട്ട് ഉണ്ടാവും, റൊണാൾഡോക്ക് ഇഷ്ടമുള്ള ബൂട്ട് ഉണ്ടാവും. നാട്ടിൽ സ്റ്റാർ ഇമ്പാക്ട് ഇട്ടാലും ടർഫിലും കളിച്ചപ്പടിയും കളിച്ച മെസ്സി സ്റ്റാർ ഇമ്പാക്ട് ഒന്ന് ഇട്ടോക്കെന്ന് പറഞ്ഞാൽ അതിന് നിൽക്കൂല. ഓരോരുത്തർക്കും പ്രിഫറൻസ് ഉണ്ടാവും. അതിന് കുറെ ആൾക്കാർ പറയാറുണ്ട് പണ്ടില്ലല്ലോ ഇതൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം അത് പ്രിഫറൻസ് ആണ്. പണ്ടിൽ ഇപ്പൊ നമ്മൾ വാട്സാപ്പിൽ മെസ്സേജ് അയക്കണേ, പണ്ടിൽ ഒരു കത്ത് എഴുതിന്, ഇപ്പൊ നമ്മൾ ആരെങ്കിലും കത്ത് എഴുതുന്നുണ്ടോ? അതായത് ഇപ്പൊ ആൾക്കാർ ഫുള്ള് കമന്റ് ചെയ്യല്ലേ, കത്ത് എഴുതിയിട്ട് നമ്മൾ വീട്ടിൽ കഴിക്കണം. നിങ്ങൾക്ക് ഇടാനുള്ള ഒരു കമന്റ് നിങ്ങൾ എന്ത് ചെയ്യാണ്? പണ്ടത്തെ കാലത്ത് എല്ലാവർക്കും എന്തെങ്കിലും ഒരാളോട് പറയണമെന്നുണ്ടെങ്കിൽ അത് കത്ത് എഴുതിനി. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓലും കത്ത് എഴുതണം. അപ്പൊ ഞാൻ പഴയ മൈക്കിൽ ഞാനും പാടും, കത്ത് എഴുതിയിട്ട് കമന്റ് ഇടാം. ഈ മൈക്കിലല്ലോ പണ്ട് ഹനാൻ ഷാ കൂറ്റമ്പാറ അമരമ്പലം പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് കത്തുകൾ കമന്റ് ഇടണം. അതുപോട്ടെ.